ഹായ്, എല്ലാവർക്കും ഒരു ജോറ് ബാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു യാത്രാ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ആണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ഖത്ര വൈഷ്ണോ ദേവി ടെമ്പിൾ. അപ്പോൾ പോകുന്നത് നമ്മൾ 4 പേര്, ഞാൻ, സുധീഷ് അണ്ണൻ, ലിജു, പാപ്പൻ. അപ്പോൾ ഇവർ 3 പേര് കുറേ നാൾ മുമ്പേ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ രാജധാനിയിൽ ബുക്ക് ചെയ്തിട്ട് മിനിഞ്ഞാന്ന് തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈ ചെയ്യും. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ നിന്ന് ട്രെയിനിലാണ് നമ്മൾ ഖത്രയിലേക്ക് പോകുന്നത്. അപ്പോൾ യാത്രാവിശേഷങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് ഖത്രയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യാമെന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി. സമയം 7 മണിയായി. 8:30 ഫ്ലൈറ്റ്. 11:45 അല്ലെ 12 മണിയാണെന്ന് തോന്നുന്നു ഡൽഹിയിലെത്തും. ഏകദേശം 12:30 ആകുമ്പോഴേക്ക് രാജധാനിയും ഡൽഹിയിലെത്തും. എന്നിട്ട് അവരെ കാണണം. എവിടുന്ന് കാണും, എങ്ങനെ കാണും, അതൊന്നും അറിയില്ല, അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഡൽഹിയിലെത്താൻ എന്നിട്ട് വിളിക്കാം. ഇപ്പോൾ എയർപോർട്ടിലാണ്, വണ്ടി പാർക്ക് ചെയ്തു, സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നേരെ ചെക്കിന് വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ആദ്യം എയർപോർട്ടിലെത്തി. കറക്റ്റ് സമയത്ത് തന്നെയാണ് ലാൻഡ് ചെയ്തത്. നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു, ടർബുലൻസ് ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് നേരെ അവിടുന്ന് മെട്രോയിലേക്ക് നടന്നു. എന്നിട്ട് മെട്രോ ഒന്ന് ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. 60 രൂപയാണ് ചാർജ്. അപ്പോൾ സുധീഷ് ചേട്ടനൊക്കെ നിസാമുദ്ദീനിൽ അവർ കറക്റ്റ് സമയത്ത് ട്രെയിനും എത്തി. എന്നിട്ട് അവിടുന്ന് അവരും മെട്രോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂഡൽഹിയിലേക്ക്. ഇനി ന്യൂഡൽഹി സ്റ്റേഷനിൽ നമുക്ക് കാണാം. കണ്ടോട്ടി നിങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാ. റെയിൽവേ സ്റ്റേഷൻ, ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ, സുധീഷന്, ലിജു, പാപ്പനോടെ പാപ്പൻ ഉണ്ട്. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാത്രി 7 മണിക്കുള്ള ശ്രീ ശക്തി എക്സ്പ്രസ്സിൽ നേരെ ഖത്രയിലേക്ക് നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് കയറി. അപ്പോൾ രാവിലെ 6:30 നമ്മള് ഏത് സ്റ്റേഷനാണ്? ഖത്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് കണ്ടോ, തണുക്കുന്നുണ്ടോ? ഇത് അങ്ങനെ ഈ മലയാണ് നമ്മൾ കയറേണ്ടത്. നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് IRCTCയുടെ റൂംസും കൂടെ അവൈലബിൾ ആണ്. JK ടൂറിസത്തിന്റെ റൂംസും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിനി RFID കാർഡ് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RFID കാർഡ് കിട്ടുന്ന സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് RFID കാർഡ് എടുക്കുന്ന സ്ഥലമാണ്. ഈ RFID കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിന്റെ മുകളിലേക്കുള്ള ആക്സസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ബുക്ക് ചെയ്യണോ? RFID കാർഡ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. യാത്രാ പർച്ചി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും, നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്നാലും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ RFID ഒക്കെ മേടിച്ചു. ഇതാണ് ആ കാർഡ്. ആധാർ കാർഡ് കൊടുക്കും, അവരത് സ്കാൻ ചെയ്യും, എന്തൊക്കെയോ സുനാക്കും, എന്നിട്ട് ഇത് നമുക്ക് തരും. ഇതിന് വേണ്ടി വരും അല്ലേ? ഇതിന് യാത്ര ഫുള്ള് വേണ്ടി വരും. തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ കൊടുക്കണം. ഇവിടെ അല്ല, അത് കളക്ട് ചെയ്യാൻ വേറെ സ്ഥലമുണ്ട്. ഓക്കെ ഇത് ഇവിടുന്ന് കിട്ടിയോ? SMBDSB യാത്രാ ഫെസിലിറ്റേഷൻ സെന്റർ. നമ്മള് ബുക്ക് ചെയ്ത് ശക്തി ഭവനം, അത് ദേവസ്വത്തിൻ്റെ തന്നെയാണ്, അവിടെ എത്തി. അത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. ഇതാ തൊട്ട് ബാക്കിലത്തെ ഈ കോംപ്ലക്സാണ്. നമ്മൾ ഡോർമെറ്ററിയാണ് ബുക്ക് ചെയ്തത്. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പ് ആയാൽ മതി. എന്നിട്ട് അമ്പലത്തിൽ പോവും. എന്നിട്ട് ലേറ്റ് നൈറ്റ് തന്നെ ചെക്കൗട്ടും ചെയ്യും. കാരണം ഏർലി മോർണിംഗ് ആണ് നാളെ നമ്മുടെ ട്രെയിൻ തിരിച്ച്. അപ്പോൾ ചെക്കിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നോക്കട്ടെ. ID കാർഡ് കിട്ടിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ അത് ഇട്ടിട്ടുമുണ്ട് കേട്ടോ.
അപ്പോൾ ചെക്ക് ഇൻ ടൈം ഇവിടെ 10 മണിയാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്. നമുക്ക് എന്താ രാവിലെ ആയിരുന്നു ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ചേട്ടൻ അവിടെ ചെക്ക് ഇൻ പോയിന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡോമെട്രിയാണ് നമുക്ക് കിട്ടിയത്. ഇതാ ഈ ബെഡ്, ഈ ബെഡ്, ഈ ബെഡ്, ഈ ബെഡ്. മുകളിൽ ആരും കിടക്കുന്നില്ല രീതിയിൽ നമ്മൾ അടിയുണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ റെഡിയായി, കുളിച്ചു, റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി നോക്കുവാണ്. അവരൊക്കെ റെഡിയായി. ഈ ഡോമിൽ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം 10 മണിയാണ് ചെക്ക് ഇൻ ടൈം. ഇപ്പോൾ സമയം 8 മണിയായതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ട്രെയിനിലോ എങ്ങനെയെങ്കിലും ഡൽഹി വരെ എത്തുക. ഡൽഹിയിൽ നിന്ന് ഇഷ്ടം പോലെ ട്രെയിനുണ്ട് ഖത്ര വരെ. ഖത്രയിലേക്ക് വരിക. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് RFID ആധാർ കാർഡ് കൊടുത്തിട്ട് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് എൻട്രൻസ് കിട്ടും. നമ്മളിവിടെ ദേവസ്വത്തിൻ്റെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡോർമെട്രിയാണ് ബാക്കിലുള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താമസിക്കുന്ന ഡോർമെട്രിയുടെ തൊട്ട് താഴെയുള്ള ഭോജനാലയത്തിലെ ഇഡ്ലി സമ്പർ ഉണ്ട്. ഇഡ്ലി സമ്പർ അല്ല, അത് രാവിലെ മാത്രം കിട്ടുന്നതായിരിക്കും. 7:30 to 12. ബാക്കിയെല്ലാം ഫുൾ ടൈം കിട്ടും. എങ്ങനെയുണ്ട് ഫുഡ്? കിടുവോ? നൈസ് ഫുഡാ? വലിയ എക്സ്പെൻസീവ് അല്ലാന്നോ അല്ലേ? അല്ല, ഇത് അവരുടെ എന്താ പറയാ SMBT ദേവസ്വംകാരുടെ തന്നെ സ്ഥലം, ഭോജനാലയം എന്ന് പറയും. വൈഷ്ണോദേവി അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നതും തിരിച്ചു വരുന്നതായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കൂടിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി വൈഷ്ണോദേവിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നാട്ടിലെത്തുന്നവരെയുള്ള വിഷ്വൽസ് ഈ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങ് പോവാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ലൊരു ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഖത്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. വന്ദേ ഭാരത് രാവിലെ 5:55 ഖത്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിക്ക് ഡൽഹിയിലെത്തുന്ന വന്ദേ ഭാരത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. പോഹ, ചോക്കോപ്പൈ, അതെന്താണ്, കട്ട്ലറ്റ്, ഒരു ദഹി. പോഹ തുറക്കോ? പുകയായി പോയി. ഇതിനകത്താണെങ്കിൽ വേറെ സാധനവും കിട്ടൂല. നമ്മുടെ ലഞ്ചും വന്നു. ചാവൽ, ദാൽ, പനീർ അരിയും, റൊട്ടി അരിയും, ദഹി, ആലു. ഞാൻ നോക്കി. അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. സുധീഷ് ചേട്ടനും ലിജുവും പാപ്പനൊക്കെ ഇന്ന് രാവിലെ രാജധാനിയിൽ ഹസ്രത്ത് നിസാമുദ്ദീനിൽ പോയി. എനിക്ക് ഫ്ലൈറ്റ് 11:30 അപ്പം ഞാൻ വന്നു. ഞാൻ എയർപോർട്ട് മെട്രോയിൽ എത്തുമ്പോൾ എയർപോർട്ട് മെട്രോയിൽ ചെക്ക് ഇൻ കൗണ്ടർ ഉണ്ട് ഇവിടെ, കണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ചെക്ക് ഇൻ ബാഗേജ് കൊടുത്തു കഴിഞ്ഞാൽ എയർപോർട്ട് വരെ വെറുതെ ബാഗേജും ഒന്നും കൊണ്ടുപോകണ്ട. ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ട് എനിക്ക് ബോർഡിംഗ് പാസ് വരെ തന്നു. അപ്പോൾ ഇനി കണ്ടോ, ബോർഡിംഗ് പാസും കിട്ടി. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് 22 മിനിറ്റ് ഉണ്ട് എയർപോർട്ടിലേക്ക് മെട്രോയിൽ. പിന്നെ മെട്രോന്ന് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നടക്കാനുണ്ട്. അപ്പോൾ സമാധാനമായിട്ട് പോവാം, ലഗേജൊന്നുമില്ല. അപ്പോൾ യാത്രയ്ക്ക് സുഖമായിരുന്നു, അടിപൊളിയായിരുന്നു. സുധീഷ് ചേട്ടന് ഒരുപാട് താങ്ക്സ്. കാരണം സുധീഷ് ചേട്ടനാണ് നമ്മുടെ നേതാവ്, നമ്മളെയൊക്കെ കൊണ്ടുപോയത്. പിന്നെ ഇന്നലെ തിരിച്ച് ഡൽഹിയിലെത്തിയതിന് ശേഷം നമ്മൾ ഡൽഹി രാത്രി കുറച്ച് കറങ്ങാനൊക്കെ പോയി. നമ്മൾ നേരെ റെഡ് ഫോർട്ട് പോയി, കുറച്ച് ചാന്ദിനി ചൗക്കിൽ പോയിട്ട് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഖുറേഷി കബാബ് കോർണർ എന്ന് പറഞ്ഞൊരു ഫേമസ് കബാബ് ഷോപ്പുണ്ട്, അവിടെ പോയി കബാബ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയത്. എയർപോർട്ട് മെട്രോയുടെ അകത്ത് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗേറ്റ് 27A ആണ്. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി, ലാൻഡ് ചെയ്തു. ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ടൈമിംഗ് മിസ്മാച്ചസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. ഒരുപാട് താങ്ക്സ് സുധീഷ് ചേട്ടനാണ് കൊണ്ടുപോയത്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ജോറ് ബാർ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ. പിന്നെ
കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ടില്ല. ആദ്യമായിട്ട് പോവുമല്ലേ, പിന്നെ കയറ്റം നടത്തം ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, ഇച്ചിരി കഠിനമായിരുന്നു. അപ്പോൾ വിഷ്വൽസ് കുറച്ച് പറ്റാവുന്നത്ര എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു.